പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഒരു മാസത്തിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. നമ്മൾ കാത്തിരുന്ന സന്ദർഭം വന്നെത്തി. ഭരണമാറ്റമാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രവചിച്ചതാണ്, ഭരണമാറ്റമാണ്. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റുമായിട്ടൊക്കെ വന്നു, ഇത്രയും മന്ത്രിമാരൊന്നും തൂക്കത്തില്ല. ഏകദേശം 15ഓളം മന്ത്രിമാരാണ് തോറ്റുപോയത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ കുറച്ച് മാധ്യമങ്ങൾ, അതുപോലെ വൻകിട നേതാക്കന്മാർ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ, യഥാർത്ഥ രാഷ്ട്രീയം അറിയാവുന്ന നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി. പക്ഷെ അവർ പരാജയപ്പെട്ടത് എന്ന് പറയുന്നത്, നമ്മുടെ പണ്ട് വിജയമാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം നേതാക്കന്മാർ മാത്രമേ കാണൂ, അണികൾ കാണില്ല. ആ രീതിയിലേക്ക് വന്നു. കാരണം താഴേക്കിടെയുള്ള അണികളുമായിട്ട് നേതാക്കന്മാർക്ക് ബന്ധമില്ലാതായി. അവരൊക്കെ ഹൈ ക്ലാസ് രീതിയിലേക്ക് വളർന്നു. അങ്ങനെ ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയാണ് പാർട്ടി തോറ്റത്. താത്വികമായ അവലോകനമാണ്. എങ്ങനെയാണ് പാർട്ടി തോറ്റത് എന്ന് ചോദിച്ചാൽ, ധാർഷ്ട്യം, അഹങ്കാരം, ഇതൊക്കെ തന്നെയാണ്. ജനസേവകൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഇടതുപക്ഷത്തിലെ പല മുഖ്യമന്ത്രിമാരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കെ നായനാർ ആരെന്ത് പറഞ്ഞാലും, ആരോടെന്ത് പറഞ്ഞാലും ആർക്കും ദേഷ്യം ഉണ്ടാകത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരി, അതുപോലെ സഖാവ് വി എസ് എന്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതോ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിലേറിയ അന്നു മുതൽ പൊതുസദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയാം. അദ്ദേഹത്തിൻ്റേതായ രീതിയാണെന്നാണ് പറയുന്നത്. അപ്പം മുഖ്യമന്ത്രിയാകുമ്പോൾ ചില ചിട്ടകളൊക്കെ അത്യാവശ്യമാണ്, ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത്. എത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റുണ്ട്. ഇങ്ങനെന്തിനേ ഇത്ര അഹങ്കാരം കാണിക്കുന്നത് എന്ന് തോന്നിപ്പോയാൽ അവിടെ തീരുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തൊക്കെ ചെയ്തു തന്നാലും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നാലും, പക്ഷെ നമുക്ക് മനസ്സിൽ അഹങ്കാരം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് വെറുപ്പായിരിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിന്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി അങ്ങനെയാകാം. പക്ഷെ മുഖ്യമന്ത്രി ആകുമ്പോൾ, ഒരു ജനസേവകനാകുമ്പോൾ ആരും തങ്ങളുടെ അടിമകളല്ല. അടിമകളോട് സംസാരിക്കുന്നത് പോലെ അണികളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തകരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളൊന്നും അത് അംഗീകരിക്കത്തില്ല. അതൊരു ഭയങ്കര പ്രശ്നമായി മാറി. പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് നിമിഷം വരെ ചോദ്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ് എണ്ണിച്ചു പോകുമ്പോൾ അവിടെ ഒരു ധാർഷ്ട്യമുണ്ട്. സ്വന്തം പാർട്ടി പ്രവർത്തക ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞ പിണറായി വിജയനെ നമ്മൾ കണ്ടു. ഉത്തരം മുട്ടുമ്പോഴൊക്കെ ദേഷ്യപ്പെടുകയും പത്രക്കാരോട് മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് മാറി. അതുപോലെ അദ്ദേഹം ഭരിക്കുന്ന പോലീസിൻ്റെ ചില പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഉൾക്കൊള്ളാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. കാര്യം എന്ന് പറയുന്നത് 2021 ശേഷം അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ പാടെ അടപടലം തേഞ്ഞു എന്നതിന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മികച്ച മന്ത്രിമാരായിരുന്ന ശൈലജ, ജി സുധാകരൻ,
തോമസ് ഐസക് എന്ന് വേണ്ട ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലെ പ്രമുഖ അംഗങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശൈലജ ടീച്ചറിനെ പോലെയുള്ള ആൾക്കാർ തനിക്ക് മുകളിലേക്ക് വരും എന്ന പേടി കൊണ്ടാണെന്ന് പറയുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇവരെല്ലാം മാറ്റി, എന്നിട്ട് പുതിയവരെ എടുത്തു. സത്യം പറയട്ടെ, 1-2 മന്ത്രിമാരൊഴിച്ച് ബാക്കി ആർക്കും നിലവാരം കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അവർക്കൊന്നും വാചകങ്ങളില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ പറയും, ബാക്കി എല്ലാവരും അനുസരിച്ചോണം. പണ്ട് രാജഭരണകാലത്തെ കാര്യം നമ്മൾ ഏകാധിപതികളെയൊക്കെ പറയത്തില്ലേ, അതേപോലെ അത് തിരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. പണ്ട് VF അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി സെക്രട്ടറിയുടെ അധികാരങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞായിരുന്നു. ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന അതുപോലെ ഭരണത്തിൽ കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കാനും ഭരണത്തിൽ പിടിച്ചു നിർത്തുവാനും കഴിഞ്ഞ ഒരു സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം വെറു ഏറാമൂളിയായി മാറി ഗോവിന്ദ മാഷ്. എനിക്ക് തോന്നുന്നു ചില ദാസന്മാരെ പോലെ, ചില അടിമകളെ പോലെയാണ് പല പാർട്ടി നേതാക്കന്മാരും സംസാരിച്ചത്. പല പല വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്തോ എന്ന് സംശയമാണ്. കാരണം പിണറായി വിജയൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ചില നേതാക്കന്മാരെ മാത്രമാണ് നമ്മൾ കണ്ടത്. പലരുടെയും മനസ്സിൽ അമർഷമുണ്ടായിരുന്നു, ഈ പോക്ക് ശരിയല്ല എന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷെ പലരും തുറന്നു പറയാൻ മടിച്ചപ്പെടുത്തുന്നുള്ള രീതിയിലേക്കുള്ള പ്രകടനം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അണികൾക്ക്. ഈ തെരഞ്ഞെടുപ്പ് പല പരാജയങ്ങളും, തളിപ്പറമ്പ്, പയ്യന്നൂര്, തളിപ്പറമ്പ്, അമ്പലപ്പുഴ, അതുപോലെ ചിലർത്തേക്ക് ഭൂരിപക്ഷം ഇടതുപക്ഷം 34-35 സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ. ഇടതുപക്ഷം മൊത്തമായിട്ട് അവിടെ തന്നെ ജയിച്ചിരിക്കുന്നത് 2000, 3000, 4000 ചില സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ 10,000-ന് മുകളിൽ വോട്ട് നേടി ജയിച്ചിരിക്കുന്നത്, ഭൂരിപക്ഷം നേടി ജയിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം കുറവ് വോട്ടാണ് നേടിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ലെങ്കിലും ഏകദേശം CPM-ന് ഏകദേശം 21% വോട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. ഇടതുവശത്ത് മൊത്തമായി ഏകദേശം 30% മാത്രമേ വോട്ട് നേടാൻ പറ്റിയിട്ടുള്ളൂ. അത് തന്നെ തികഞ്ഞൊരു പരാജയമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള വോട്ടിൻ നിലവാരം വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ലോക്സഭ ഇലക്ഷനും നമ്മൾ കണ്ടിട്ടുള്ള അടപടലം തേയുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയും BJPക്കെതിരെ കോൺഗ്രസിനാണ് സാധ്യതയുള്ളതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇടതുപക്ഷം ലോക്സഭ ഇലക്ഷന് ഇടതുപക്ഷം സാധാരണ ഇങ്ങനെയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിച്ചപ്പോഴും ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചപ്പം യാതൊരുവിധ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അടിത്തറയുണ്ട് എന്നാണ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാനോ, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തെ തിരുത്താനോ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മാറി നിന്ന് ശൈലജ ടീച്ചറെ പോലുള്ള ഇമേജ് ഉള്ളവരെ നിർത്തി മത്സരിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ വോട്ട് പിടിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേനെ, സീറ്റ് പിടിക്കാൻ കഴിഞ്ഞേനെ. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട് പാർട്ടിയിൽ. വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദുവിന് കിട്ടി സീറ്റും മന്ത്രിസ്ഥാനവും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടി സീറ്റും മന്ത്രിസ്ഥാനവും, പിണറായി വിജയൻ്റെ മരുമകൾക്ക്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സംഭവിക്കാൻ പോയത്
MV ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യയ്ക്ക് കിട്ടി, ശ്യാമള ടീച്ചർക്ക് കിട്ടി ഫീറ്റ്. ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാക്കിയ. ഇത് കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളത് കാണുന്നു, ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു. അവർക്ക് കിട്ടിയ സന്ദർഭങ്ങളിൽ അവർ പ്രതികരിച്ചു. ഇടതുപക്ഷം തകരാൻ പാടില്ല. കേരളത്തിൽ ഇടതുപക്ഷം അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് പാർട്ടി അണികൾക്കറിയാം. ഇടതുപക്ഷം തകരാൻ പാടില്ല, ഞങ്ങളുടെ പാർട്ടിയാണ്. പക്ഷെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പറയത്തില്ലേ പണ്ട്, പറയും, തല്ലും, പിന്നെ തള്ളിക്കളയും എന്നുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ ഈ പാർട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേതാക്കന്മാർ തിരുത്തട്ടെ. ഏകാധിപത്യ മനോഭാവം ഒന്നിനും പരിഹാരമല്ല. ഏകാധിപതികൾ പലരും താഴേക്കിറങ്ങി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരുത്താൻ കൃത്യമായിട്ട് അറിയാമെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ ബൈ.